മഴവിൽ അർമാദം. ടിക്കറ്റുകൾക്കായി സന്ദർശിക്കൂ QKerala.com. ഇത് കഴിയാറായ എത്ര സമയമായി? 45 മിനിറ്റായി. ഒരു 10 മിനിറ്റ് കൂടെ കിടക്കാം. 10 മിനിറ്റ് കൂടെ കിടക്കാം. ഒരു ബീഡി കിട്ടുവാ. ബീഡി വേണമെന്ന്. ഈ ചൂടുണ്ടല്ലോ, ഇപ്പോഴുള്ള ചൂട് അത് ഞാൻ കുറച്ചുകൂടെ കൂട്ടട്ടെ. അയ്യോ വേണ്ട, എന്താ? അത് വേണ്ട, ചത്തു പോകും. അപ്പൊ ബീഡി വേണോ? എന്നാ വേണ്ട. വയസ്സാം കാലത്ത് ഒഴിച്ചെല്ലാം വന്നാണ്. ഗുരുവേ നമസ്കാരം. അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. ഗുരു ഗുരു ശരി ശരി. ഹലോ, ഇങ്ങോട്ട് വരൂ. Mantu is massaging me. വരൂ. Call her. ഇങ്ങോട്ട് കം. What is this? Swami. Hey, what is this, Swami? എന്നൊക്കെ വിചാരിച്ചു ചെയ്യാ. Hey, Mantu. എന്നെ, Hey, no. What is this? Hey, this is cheating. ഷീറ്റിംഗ് അല്ല, തിരുമ്. Mantu is doing the massage. മണ്ടൊന്നല്ല, ഇവിടെ തിരുമ്പടതേ ഞമ്മളൊക്കെയാണ്. ഇതൊക്കെ പോണം. But please call Mantu. Hey. What is this? No. Yes, Mantu. ബനി ഒരു കളി. Hey, no. ബനി ഒരു കൈ Hey, what is this? അടങ്ങി കിടക്കവിടെ. കിടക്ക മനുഷ്യങ്ങളവിടെ കമ്പി കിടത്തത്. No, please. No. Hey, what is this? What are you doing? Hey, no. ആ കാല് അടങ്ങി കിടക്ക മനുഷ്യവിടെ. അടങ്ങി കിടക്കാൻ. ഒന്നുമില്ല. റിലാക്സ്. ഇത് വന്നപ്പോ നേരായി ക്ഷമിക്കണേ. ഒന്നുമില്ല. ഇങ്ങനൊരു ബോഡി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ തിരുപ്പില്ല. ഇങ്ങനൊരു ബോഡി തിമിംഗലം പോലെ. കിഴി താഴത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ മാറുമോ? അതുകൊണ്ടല്ല, നമുക്ക് ഈ ശമ്പളങ്ങൾ എന്ന് തരും. ഈ ഒരു മാസം കൂടെ കഴിയട്ടെ എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇതാണ് നിങ്ങൾ എല്ലാ മാസവും പറയണത്. കഴിഞ്ഞ 4 മാസമായിട്ട് നിങ്ങൾ ഇതാ പറയണത്. ഈ മാസം അങ്ങനെ പറഞ്ഞാൽ നടക്കൂല ഉരുക്കളെ. വീട്ടിലൊക്കെ ആവശ്യങ്ങൾ നടക്കണ്ടേ? അവിടെ മക്കൾക്ക് സൂക്കടാണ്. റേഷൻ പീടിയപ്പെട്ട റേഷൻ പേടിക്കും. ഇതിനൊക്കെ കായ് വേണോ? എന്തെത്താ നമ്മൾ കാട്ടുക? ഇപ്പോഴത്തെ ഈ താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, അത് മാറ്റാൻ വേണമെങ്കിൽ ഗുരുക്കളെ സഹായിക്കാം. അത് മതി. ഏതായാലും കർക്കിടക മാസമാണ്. ഒരു 10 കർക്കിടക കഞ്ഞിയുടെ കിറ്റ് എടുത്തിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് അയച്ചു കൊടുക്കും. കഞ്ഞി കുടിക്കണം. ഏത് ഇവിടുത്തെ കർക്കിടക കഞ്ഞിന്റെ പാക്കറ്റോ? പെരയിലേക്കോ? ഗുരുക്കളാം ഞാൻ നോക്കൂലട്ടോ, ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ തവണ നമ്മുടെ കർക്കിടക കഞ്ഞി കുടിച്ചവരെല്ലാവരും വയറിളകി. ഭയങ്കര ചീത്തപ്പേരുണ്ട് നാട്ടിലെ. അതിന് വേറെ കാരണമുണ്ട്. എന്താണ്? സാധാരണ കർക്കിടകത്തില് ചെറിയൊരു ചെന്നം പിന്നെ മഴ ഉണ്ടാവുക. ആ മഴയത്ത് ആളുകൾക്ക് തോന്നും ഒന്ന് പോയി ഒഴിഞ്ഞുകളെ എന്ന് തോന്നും. അപ്പോഴിറങ്ങി വരും. അങ്ങനെയാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കൂടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അവസ്ഥ എന്താ? ഈ വർഷം മഴ ഇങ്ങോട്ട് പെയ്യല്ലേ, ആകെ കുത്തി ഒലിച്ചിങ്ങോട്ട് വരികയാണ് വെള്ളം. തോടും പോയ നീർച്ചാലൊക്കെ അടച്ചില്ലേ, പിന്നെ വെള്ളം കുത്തി ഒഴുകാണ്ടക്കുവോ? അത്രേ ഉള്ളു കാര്യം. ഇപ്പൊ ഇതിന് കാര്യം മനസ്സിലായില്ലേ? ഇതിനിപ്പോ കാര്യം മനസ്സിലായല്ലോ. അതന്നെ. ഈ കർക്കിടക കഞ്ഞിയും വെള്ളം ഒഴുകണം തമ്മിൽ എന്താ ബന്ധമെന്നേ? അപ്പൊ ശമ്പളം ഇപ്പൊ കിട്ടുന്നേ. പിന്നെ അത് ചോദിക്കണത് എന്തിനാണ്? ഏതെങ്കിലും ഒരു ബീച്ചിൽ ചെന്ന് 2 സായിപ്പിനെ പിടിച്ചിട്ടേ 2 തിരുമിതിരുമേ ഞങ്ങൾക്കുള്ള പുത്തം കിട്ടും. പക്ഷെ നമ്മുടെ ഈ സ്ഥാപനത്തിനാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു പെരുമല്ലേ. കാര്യം അരി മേടിക്കണ്ടേ? അതെ. പറയിപ്പിക്കല്ലേ എന്തെങ്കിലും പ്രതീക്ഷകളൊക്കെ. ഞാനാണ് ഓസ്കാർ. എന്താ ഉഴിച്ചിലാണോ പിഴിച്ചിലാണോ?
അല്ല ഞങ്ങൾ മൊത്തത്തിലൊരു പരിശോധനയ്ക്ക് വന്നതാണ്. ആ ആയിക്കോട്ടെ, പരിശോധിക്കാം. ഒരു കാര്യം ചെയ്യും. അപ്പോൾ ആദ്യം അവിടെ റിസപ്ഷനിൽ പോയിട്ട് പേരും അഡ്രസ്സൊക്കെ ഒന്ന് എഴുതി പേര് ഒന്ന് ചെല്ലി കാണിച്ചു. അതെ, ഞങ്ങള് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. എവിടത്തെ നോക്കാം. നിങ്ങളവിടെ ഇരിക്കും. അല്ല വേണ്ട വേണ്ട, ഞാൻ നിന്നോളാം. ഇത് എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? കുറച്ചായി. ആ, ഞാൻ ചോദിച്ചത് ഈ ശ്രീധരൻ കുഴിക്കൽ എന്ന് പറഞ്ഞത് ആരാ? അച്ഛനാണ്. നിങ്ങളുടെ അച്ഛനല്ലേ? അതെ. ആ, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞ അച്ഛൻ്റെ കാര്യമല്ല, അത് എനിക്കറിയാം. കുറച്ച് കാലമായിട്ട് പാരമ്പര്യ ചികിത്സാ രീതി ഉണ്ടായിരുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഉണ്ട്. എന്താ പറയണേ? ഉണ്ടെന്നില്ലാന്നോ? ഇല്ല സാറേ, കുരുക്കളുടെ കണ്ണടയും മാലയും മോതിരം ഒക്കെ അച്ഛൻ്റെ തന്നെ. നിങ്ങളുടെ പേരെന്താ? എൻ്റെ ഒരു പാചകം എന്താ ചെയ്യണേ? കീഴ്ച്ചിലാണ്. ഉഴിച്ചിൽ തന്നെ, ഉഴിച്ചിലാണ്. ഇയാളോ? ഞാനും ഉഴിച്ചലാ. മൊയ്തു ഉഴിച്ചലാണ്. ആ അപ്പൊ ഇവിടെ ഉഴിച്ചലൊക്കെ ഉണ്ട്. ആ, ഇയാൾ എവിടുന്ന ഉഴിച്ചൽ പഠിച്ച്? ഞാൻ ബാപ്പയിലിരുന്ന്. ഓ, ബാപ്പ ഉഴിച്ചിലായിരുന്നു. ബാപ്പ ഇറച്ചി വെട്ടാ. എങ്ങനെ നിങ്ങൾ ഒഴിച്ചിൽ പഠിക്കണേ? അല്ല, ബാപ്പ അങ്ങനെ കുറേ നേരം നിന്ന് ഇറച്ചി വെട്ടുമ്പോഴേ കാലിന് വേദന വരാം. അങ്ങനെ ബാപ്പ അങ്ങനെ ഇന്ന് കണ്ടു പഠിച്ചാ. ഇയാൾ എവിടുന്ന പഠിച്ചത്? ഞാൻ കോളത്തുനിന്ന്. ഓ, അവിടെ ഉഴിച്ചിലാരനാണ്. ഉഴിച്ചിലാരനല്ല, അവിടെ സാഹിബന്മാർ ഒഴിയണ ഞാൻ നോക്കിയെന്ന് പഠിച്ചെടുത്തു. ഇങ്ങനെ പഠിച്ചാ? വായ നോക്കിന്ന് പഠിച്ചാണ്. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല? ഇവിടെ കുരുക്കളല്ലേ? ഇല്ല. ഇല്ലേ? ഇല്ല. അതെ, ഇവിടെ ഈ കിടത്തി ചികിത്സ ഉണ്ടോ? ഓ ഇല്ല. ഇല്ല. ഉണ്ട്. അത് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറ. എന്നാ പിന്നെ നീ പറ. കിടത്തി ചികിത്സ ഉണ്ട് സാറേ, ഇവർക്ക് കിടത്തി ചികിത്സ എന്താന്ന് പറഞ്ഞാൽ അറിയില്ല. അതാണ്. ഇപ്പൊ ഇവിടെ കർക്കിടകത്തിൽ ഒഴിയാൻ വരുന്ന ആളുകളെ നമ്മൾ കിടത്തിയിട്ട് ഒഴിയണം. അത് കിടത്തി ചികിത്സ എന്ന് വിചാരിച്ചിരിക്കവര്. അപ്പൊ ഞങ്ങളിപ്പോ പുറത്തൊരു 4 വിദേശികളെ കണ്ടല്ലോ, അവരിവിടെ കിടത്തി ചികിത്സയ്ക്ക് വന്നാണ് പറഞ്ഞത്. അതെ. അയ്യോ സാറേ, കുരുക്കൾ അവരോട് പറഞ്ഞാണ് ഇരുന്ന് ചികിത്സിച്ചാൽ മതി. ഇവര് പറഞ്ഞാൽ കേൾക്കൂല, കിടക്കും. ഇതെന്താ ഇത്? ഇത് അത് കീയ പോയി കീ. ഇതിപ്പോ നമ്മൾ ഒഴിച്ചിലുള്ളതാണ്. ഇത് എണ്ണയിൽ മുക്കിയിട്ട് അങ്ങോട്ട് ഒഴിയ, എണ്ണയിൽ മുക്കിയിട്ട് അങ്ങോട്ട് പിഴിയ. ഇങ്ങനെയുള്ളത് ഒഴി, ഇങ്ങനെയുള്ളത് കിഴി. അല്ല, അപ്പൊ ഇതെന്താ? ഇതിവിടെ കർക്കിടക കഞ്ഞിന്റെ കിറ്റ്. കഞ്ഞല്ല, അത് ആവശ്യമില്ലാത്ത സാധനം. അല്ല, ഇതാണ് കിറ്റ് ഇവിടുത്തെ. കർക്കിടക കഞ്ഞിന്റെ കിറ്റ്. സാറേ, ഇതാണ് ഇവര് കർക്കിടക കഞ്ഞിയുടെ കിറ്റ് എന്ന് പറഞ്ഞ് വെക്കണ സാധനം. നിങ്ങളിവിടെ ഈ ബിസിനസ് ഉള്ളതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതറിഞ്ഞിട്ട് തന്നെയാണ് ഉള്ളത് കേട്ടോ. ഇതിൽ നിങ്ങൾ ഈ പൂവാങ്കുറുന്തല്, മുയൽ ചെവി, കറുക, കയ്യുണ്ണി, നിലപ്പന എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ കച്ചവടം ചെയ്യണം അല്ലേ? അല്ലേ? ഉണ്ടോ അതില്? അതല്ലേ ആ സാറ് പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നൊന്ന് നോക്കട്ടെ. ഇവിടെ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ ആകെ ഇതിന്റെ അകത്ത് ഉലുവയും വെളുത്തുള്ളിയും ജീരകൊക്കെ എടുക്കുന്ന ഞങ്ങൾ. അതെ, ഈ വക തരികളെ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ഓരോ സീസണായി കഴിഞ്ഞാൽ ഓരോ കച്ചവടം എന്ന് പറഞ്ഞിട്ട് നടന്നു ജനങ്ങളെ പറ്റിക്കാൻ. ഇതിപ്പോ കർക്കിടക മാസമായപ്പോ കർക്കിടക കഞ്ഞി, കടത്തി ചികിത്സ. ഈ ആയുർവേദ ചികിത്സയെ ശരിയായിട്ടുള്ള രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നേടി അംഗീകൃതമായിട്ട് ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്ന കുറേ ആളുകളുണ്ട്. അറിയോ? ഒരുപാട് വിദേശികൾ നമ്മുടെ നാട്ടിലേക്ക് ഈ ചികിത്സാ രീതിക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അതിൻ്റെ മഹത്വം പഠിച്ച് മനസ്സിലാക്കിയിട്ടാ. നിങ്ങളെപ്പോലുള്ള ഫ്രോഡുകൾ കാരണം ഈ ചികിത്സ തന്നെ വേണ്ടാന്ന് വെക്കവര് പറയരുതെന്ന് പറഞ്ഞാൽ, എടോ ആയുർവേദ ചികിത്സ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പവർ ഉണ്ട്. അതാ നശിപ്പിക്കുന്നത് നിങ്ങൾ. അതുകൊണ്ട് ഇതിവിടെ നിർത്തുക. ഇന്നത്തോടുകൂടി ഈ സ്ഥാപനം ഇവിടെ നിർത്തുക. ഇന്നെ കൂട്ടണം കേട്ടോ. ഇവിടെ ഉള്ള ഈ പച്ചമരുന്ന് നിങ്ങൾ ഇതിൽ കൂട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് ഒക്കെ കാണിച്ചത്. എന്നോട് എന്താ ഞങ്ങൾ ഒഴിയാൻ പറ്റിയ ആളുകളല്ല കേട്ടോ. ഞങ്ങൾ ഇതിന്റെ സ്പെഷ്യൽ സ്ക്വാഡാ. ആ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തോ, അടക്കി. ഇന്ന് തന്നെ കൂട്ടണം, ഇപ്പൊ തന്നെ കൂട്ടണം. മറിമായം